ഹലോ. അപ്പോൾ നമുക്ക് നേരിട്ട് കാര്യത്തിൽ കിടക്കാം. എപ്പോഴും പറയണ പോലെ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇത് വന്നിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് പോർട്സ്, അതായത് തുറമുഖ ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ നോട്ടിഫിക്കേഷൻ. ഓക്കെ, ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന 6/10 ഓക്കെ, ഇത് വന്നിട്ട് അതായത് ഒരുപാടുണ്ട് ഇത് എഴുതിയിട്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇത് 35 പേജുണ്ട്. അപ്പോൾ ഈ 35 പേജ് ഞാനിവിടെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെ ചിലപ്പോൾ വിളിക്കും. അപ്പോൾ അത് ഞാനൊന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അതിൻ്റെ വേറെ PDF, ഇത് ഞാൻ ഉണ്ടാക്കിയ PDF ആണ്. ഓക്കെ, അതിൻ്റെ മെയിൻ സാധനങ്ങൾ. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ, അതായത് മിനിസ്ട്രി ഓഫ് പോർട്സിൻ്റെ അണ്ടറിൽ ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്കാണ് ഈ അപ്പോയിൻമെൻറ്റ്. അത് വന്നിട്ട് നോട്ടീസ് വന്ന് 6/10 വന്നിരിക്കുന്നത്. ഓപ്പണിംഗ് ആൾറെഡി ഓൺലൈനിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് 7/10. ഇത് വന്നിട്ട് 5/11 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ വേഗം അത് അതിൻ്റെ ക്രക്സാണ് പറഞ്ഞു പോവാണ്. ഓക്കെ, ഒരുപാട് കഥ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ഓക്കെ, 500 രൂപ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതവിടെ എഴുതിയിട്ടുണ്ട്. അൺറിസർവ്ഡ് OBC EWSന് 500 രൂപ കൊടുക്കണം. ആർക്കാണ് ഫീസ് കൊടുക്കാത്തത്? 500 രൂപ കൊടുക്കാത്തത് ആർക്കാണ്? വുമൺ, SC/ST, PWBD, എക്സ് സർവീസ്മെൻ, ESM. ഓക്കെ, പിന്നെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനാണ്. ഇത് ഈ സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. പ്രത്യേകം നോട്ട് ചെയ്യുക, iwai.nic.in. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും അതിന്. അത് വന്നിട്ട് December 2025. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുക്കുമ്പോൾ അത് അവർ നിങ്ങളെ വിളിക്കും. അപ്പോൾ പോയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൊടുക്കുക. അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നീ പെട്ടെന്ന് പോസ്റ്റ് ചെയ്താന്നുള്ളതിലേക്ക് പോവാം. വേക്കൻസി, പേ, ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ലോവർ ഡിവിഷൻ ക്ലർക്ക് ഫസ്റ്റ് പോസ്റ്റ് കോഡാണ്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമ്മൾ നോക്കേണ്ടത്. ഇത് പേയ്മെൻറ്റ് ലെവൽ 2 ആണ്. നിങ്ങൾ ലെവൽ 2 പുതിയ 7th പേ കമ്മീഷൻ്റെ വെച്ച് കഴിഞ്ഞാൽ മിനിമം 50,000 രൂപ വരും ലെവൽ 2 മാത്രം. അപ്പോൾ ലെവൽ 6ഉം ലെവൽ 10 ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈ പേയ്മെൻ്റ് ആയിരിക്കും. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സാലറിയാണ്. ഓക്കെ, 18 to 27 4 പോസ്റ്റാണുള്ളത്. ഏതായത് ലോവർ ഡിവിഷൻ ക്ലർക്ക്. പിന്നെ ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ, അത് വന്നിട്ട് നോട്ട് എക്സീഡിങ് സെയിം നോക്കുക. 9 പോസ്റ്റാണുള്ളത്. സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ 1 പോസ്റ്റാണുള്ളത്. അതല്ല, ഹൈ പേയ്മെൻ്റ് ആണിത്. ഓക്കെ, പിന്നെ ലോവർ ഡിവിഷൻ ക്ലർക്ക് വീണ്ടും. ഓക്കെ, ഇനി പറയുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആണ്. ലോവർ ഡിവിഷൻ ക്ലർക്കിന് സിമ്പിളായിട്ട് 12th പാസ്സായാൽ മതി. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് 12th ടൈപ്പിംഗ് സ്പീഡ്. ഓക്കെ, ടൈപ്പിംഗ് സ്പീഡ്. ഇത് ടൈപ്പിംഗ് സർട്ടിഫിക്കറ്റ് ഒന്നും ഇപ്പോൾ ചോദിക്കില്ല, കാരണം അത് ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലോ. നിങ്ങൾ പല ഓൺലൈനിൽ ടൂൾ കിട്ടും, അതിൽ ടൈപ്പ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, 35 വേർഡ്സ് പെർ മിനിറ്റ് അത് അതിൽ തന്നെ കാണിക്കുക, എത്ര ഒരു മിനിറ്റിൽ എത്ര അടിച്ചു എന്നുള്ളത്. ഓക്കെ, അത് വേണമെന്ന് ഞാൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ 12th പാസ്സുള്ളവർക്കാവാം. പിന്നെ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ, ജൂനിയർ ഹൈഡ്രോഗ്രാഫിക് സർവേയർ, ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയർ, സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ, ഡിഗ്രി വിത്ത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓഫ് പാസിംഗ് ഫൈനൽ എക്സാം CA. അങ്ങനെ അതൊക്കെ ഹൈ പോസ്റ്റാണ്. ഞാൻ അത്ര അതിൽ ഇമ്പോർട്ടൻ്റ് പറയുന്നില്ല. അപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്കിന് ഇതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പ്ലസ് സ്കിൽ ടെസ്റ്റ് ഇൻ ടൈപ്പിംഗ്. ജൂനിയർ ഇതിന് കമ്പ്യൂട്ടർ ടെസ്റ്റ് ഓൺലി. സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഓൺ പ്ലസ് ഇൻ്റർവ്യൂ. സീനിയർ അക്കൗണ്ട്സ് ഓഫീസർ. ഇതാണ് ഇതിൽ പറയാനുള്ളത്. ഇതിൽ മെയിനായിട്ട് ഇതിൽ ക്വാളിഫയിങ് മാർക്ക് CBT ക്വാളിഫയിങ് മാർക്ക് 45% അൺറിസർവ്ഡ്, 40% OBC EWS, 35% SC/ST. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഒന്നുമില്ല. ഇതാ ഈ വെബ്സൈറ്റ് www.iwai.nic.in അടിക്കുക, അതിൽ പോവുക, 1 ടൈം രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, വേറെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്തുതരും. പിന്നെ ഈ ഇതിൽ ഇങ്ങനത്തെ ഗവൺമെൻറ് ജോബ് മാത്രമല്ല, ഗൾഫ് ജോബ്സ്, പിന്നെ കുട്ടികളെ നോക്കുന്ന ജോബ് അടക്കം ഇതിൽ വരുന്നുണ്ട്. വീട്ടിൽ ജോലി, കുട്ടികളെ നോക്കാനുള്ള ജോലി, വയസ്സായവരെ നോക്കുന്ന ജോലി, അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ്, അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അങ്ങനെ നിരന്തരം നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള എല്ലാവർക്കും പറ്റിയ ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന ജോബ് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.